നമ്മുടെ രാജ്യത്ത് ഭയങ്കര ജനാധിപത്യ രാജ്യമാണെന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് കൺട്രിയായ ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കെതിരെ ഒരു സാധാരണക്കാരുടെ പ്രതിഷേധം എന്ന രീതിയിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഇത് ഞങ്ങൾ ഒരു പാർട്ടിയുടെ പിൻബലമോ ഒന്നുമില്ലാതെ ഒരു പാർട്ടിയുടെ ചിന്താഗതി ഇല്ലാണ്ട് ഇപ്പോൾ കുറച്ച് ഞങ്ങൾ സാധാരണക്കാരായ യുവാക്കളാണ് ഞങ്ങൾ വന്ന് ചേർന്നിരിക്കുന്നത്. ഇവിടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്ന് നമ്മൾ കരുതുമ്പോഴും ഇതൊക്കെ നമ്മളെ ബേസിക്കായിട്ട് നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. യുദ്ധം നടന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് യുദ്ധം അമേരിക്കയിൽ നടക്കുന്നതല്ലേ ഇറാനിൽ നടക്കുന്നതല്ലേ എന്ന് പറഞ്ഞു. യുദ്ധം നമ്മളെ എങ്ങനെ ബാധിച്ചോ അതേപോലെ തന്നെ ഈ വിഷയങ്ങളിൽ ഭാവിയിൽ നമ്മുടെ വലിയ വിദൂരത്തല്ലാതെ നമ്മളെയൊക്കെ ഇത് ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇത് ഒരു വസ്ത്രം വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ബേസിക്കായിട്ട് ഒരു ഹ്യൂമൻ നമ്മൾ ടാക്സ് കൊടുക്കുന്ന ഒരു ടാക്സ് പേയറിന് കിട്ടേണ്ട അവകാശമാണ്. ഇതിനെതിരെ നടക്കുന്ന കാര്യങ്ങൾ ഭരണകൂടത്തിൻ്റെ ഇതിലെതിരെ നടക്കുന്ന കാര്യങ്ങൾക്കെതിരെ ഒരു കൂട്ടം യുവാക്കൾ CJP എന്ന പാർട്ടിയുടെ ബേസിൽ അവിടെ പോയി പ്രതിഷേധിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പോലീസുകാർ കയറി വന്ന് അവരെ ഫുള്ള് അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. ഇത് തികച്ചും ഭരണകൂട ഭീകരതയാണ്, ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങളാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ജനാധിപത്യത്തിൻ്റെ താങ്ങും തണലിൽ നിന്ന് കേരളത്തിൽ നിന്ന് വിവിധ പാർട്ടികൾ മാറി മാറി ഭരിച്ചാലും നമുക്ക് കിട്ടേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഭീകരത അറിയാത്തത്. ഇത് നോർത്തിൽ നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ഇന്ത്യയെ മൊത്തം ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെതിരെ നമ്മളാവുന്ന രീതിയിൽ നമ്മൾ പ്രതിഷേധിക്കുക.